ഹലോ ഗായ്സ്, അപ്പോൾ കാശിയും കാത്തു സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഉള്ള യാത്രയാണ് കേട്ടത്. അവരെയും കൂട്ടിയിട്ടുള്ള യാത്ര. ആദ്യം മോന് ഫോട്ടോ എടുക്കണം, സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ കൊണ്ട് കയറി 3-4 ക്ലിപ്പൊക്കെ എടുത്തപ്പോഴത്തേക്ക് ശരിയായി. ആൾ ഊട്ട കണ്ടിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അവിടുത്തെ ആ ചേട്ടൻ വീണ്ടും നേരെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തും. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഈ പോണത് കടുവാപ്പള്ളിക്ക് അടുത്തുള്ളൊരു കടയിലാണ് കേട്ടോ. നമ്മൾ കഴിക്കാൻ പോണത് ഒരു ജ്യൂസ് എല്ലാം ഉണ്ട്, ഷേക്ക് വാല എന്ന് പറയുന്ന കടയിൽ. അവിടെ നമ്മൾ പോയത് തന്നെ അവിൽ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ പോയത് തന്നെ. അപ്പോൾ അവിടെ പോയി അവിൽ ഷേക്കും എല്ലാം ഓർഡർ ചെയ്ത്, അപ്പോൾ അത് വരുന്നത് വരെയുള്ള പ്രകടനങ്ങളാണ് ഈ കാണുന്നത്. എല്ലാം മഞ്ഞ കളറായിട്ട് നിൽക്കുക. അങ്ങ് കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ അവിൽ ഷേക്കൊക്കെ കുടിച്ച് സൂപ്പറായിരുന്നു. എന്നിട്ട് ഈ ഷേക്കൊക്കെ കുടിച്ചതിന് ശേഷം അവിടുന്ന് നേരെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യും. ഇത് കടുവാപ്പള്ളിക്ക് അടുത്താണ് കേട്ടോ ഈ കട. എല്ലാവരും ജസ്റ്റ് പോയെന്ന് കുടിച്ച് നോക്കണം, സൂപ്പർ സാധനമായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ കല്ലമ്പലത്തിലേക്ക് വെച്ചിട്ടു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചാറ്റ മഴയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ കല്ലമ്പലത്തിലേക്ക് വന്നു. കല്ലമ്പലം പുല്ലൂർ മൂക്കിനടുത്ത് ഒരു ഡെമോസ് എന്ന് പറഞ്ഞ ഫർണിച്ചർ കടയുണ്ട്. അപ്പം നേരെ നമ്മൾ ഫർണിച്ചർ കടയിലോട്ടാണ് പോയത് കേട്ടോ. ഫർണിച്ചർ കടയിൽ ചെന്ന് ഒരുവിധമുള്ള ഫർണിച്ചേഴ്സൊക്കെ നമ്മൾ നോക്കി. നമുക്ക് TV സ്റ്റാൻഡും സോഫ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേണമായിരുന്നു. പക്ഷേ കാശി ചെന്ന ഉടനെ കാശിക്ക് വേണ്ടുന്ന എന്താണോ അതിൽ തന്നെ അവൻ കയറിയിരുന്നു. അവന് സ്റ്റഡി ടേബിൾ വേണമെന്ന് പറഞ്ഞുള്ള ഒറ്റ വാശിയിൽ നിൽക്കുക. പക്ഷെ ആൾക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഫർണിച്ചറൊക്കെ നോക്കി. ഇനിയിപ്പോൾ ഓഫറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി. അതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നു. മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലോട്ടൊക്കെ വരുന്ന വഴി കാശിക്കും കാർത്തൂനും ഉള്ള ക്രയോൺ മേടിക്കണമായിരുന്നു, ചാർട്ട് മേടിക്കണമായിരുന്നു. അതെല്ലാം മേടിച്ച് ഇത് ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. കുഞ്ഞിട റോഡാണ്. പിന്നെ 4 പോച്ചയൊക്കെ കയറി കിടക്കുകയാണ്. പിന്നെ മഴയും കൂടി പെയ്താൽ പിന്നെ പറയണ്ട അവിടുത്തെ സ്ഥിതി. അവിടെ നിന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് എത്തി. ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. ആ കാണുന്നതാണ് ഞങ്ങളെ വീട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.